ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയ ജോമെട്രിക് ഇമേജാണ് വരയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സ്ക്വയർ വരച്ചെടുക്കണം. ഞാനിവിടെ ഒരു 50 സെൻറ്റിമീറ്റർ സൈഡ്സ് വരുന്ന ഒരു സ്ക്വയറാണ് വരയ്ക്കുന്നത്. ഇനി ഓരോ സൈഡ്സിലും ഈക്വൽ ലെങ്ത്ത് വരുന്ന പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാമെന്നാണ് അടുത്ത പോയിൻ്റ്. ഇതിൻ്റെ അടുത്ത പ്രധാന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു സൈഡിൻ്റെ ഫസ്റ്റ് പോയിൻറ്റിൽ നിന്ന് അടുത്ത സൈഡിലെ സെക്കൻഡ് പോയിൻറ്റിലേക്ക് നമ്മളൊരു ലൈന് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടാണ് നമ്മൾ ഈ ഇമേജ് മൊത്തം വരച്ച് തീർക്കുന്നത്. ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിലൂടെയാണ്. ആക്ച്വലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചെറിയ ഒരു ഈ സ്ക്വയറിനകത്ത് നമ്മൾ കുറച്ച് സ്ലോപ്പോട് കൂടെ വേറെ കുറേ സ്ക്വയറുകൾ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. അതിന് ഞാൻ പറഞ്ഞ പോലെ ഈ പാറ്റേൺ ഫോളോ ചെയ്ത് നമ്മളതിൻ്റെ സെൻറ്റർ വരെ ചെറിയ ചെറിയ സ്ക്വയറുകൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ഇമേജിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഏകദേശം സെൻറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇമേജ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഞാനിതൊരു ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഈ പാറ്റേൺ വരച്ചെടുക്കാം. ബ്ലാക്ക് ഒന്നുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് കളറിങ്ങിലേക്ക് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് ആൾട്ടർനേറ്റീവായിട്ട് കളർ ചെയ്തെടുക്കുകയാണ്. അതായിരിക്കും നന്നായിട്ട് അട്രാക്റ്റീവായിട്ടുള്ള ഇമേജ് കിട്ടാൻ വേണ്ടി സഹായിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ വരച്ചെടുക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. നമ്മൾ ഇമേജ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വരച്ച് നോക്കുക. സിമ്പിൾ ജോമെട്രിയാണ്.